afternoon, dear students. Prayer. Okay. Last class we learned about pictograph, drawing pictograph and the interpretation of pictograph, then organization of data collect ചെയ്തു വെച്ചിരിക്കുന്ന ഡേറ്റ ടാലി മാർക്കൊക്കെ കൊടുത്തിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ പിക്ടോഗ്രാഫ് എപ്പോഴും ഒരു ഡേറ്റ പിക്ടോഗ്രാഫിൽ ഡ്രോ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് ഈസി ആണോ? ചിലപ്പോൾ വലിയ ഹ്യൂജ് ഡേറ്റാസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ പിക്ടോഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ അത്ര ഈസി ഒന്നുമല്ല. അപ്പൊ അതിനു വേണ്ടി വേറെ ഗ്രാഫ്സും ഉണ്ട്. അതില് ഒരു ഗ്രാഫാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ആ ഗ്രാഫാണ് ബാർ ഗ്രാഫ്. ഇനി ബാർ ഗ്രാഫിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാർ ഗ്രാഫ് എന്ന് പറയുന്നത് ആ പേര് വരാൻ കാരണം നമ്മൾ ഇവിടെ ബാർസ് ആണ് ഡ്രോ ചെയ്യുന്നത്. കണ്ടോ, ബാർ ഇതിന് പറയുന്നതാണ് ബാർസ്. ഈ ബാർസ് ഡ്രോ ചെയ്യുമ്പോൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈക്വൽ വിഡ്ത്ത് ആയിരിക്കണം ഈ ബാർസിനെല്ലാം. ഈക്വൽ വിഡ്ത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ ഈ വിഡ്ത്ത്, ഈ ഓരോ ബാറിന്റെയും വിഡ്ത്ത് അല്ലേ ഈക്വൽ ആയിട്ടല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എല്ലാ വിഡ്ത്തും ഈക്വൽ ആയിട്ട് ഡ്രോ ചെയ്യാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബാർസിന് ബിറ്റ്വീൻ ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ സ്പേസും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ സ്പേസിങ് ആയിരിക്കണം ഓരോ ഈ ബാർസിനും ബിറ്റ്വീൻ വരുന്നത്. ശരിയല്ലേ? ഇവിടെ നോക്കിയേ, ഈ ലെന്തും ഈ വിട്താണ്, ലെന്തല്ല വിട്ത്ത്. ഈ വിട്ത്ത് ഇതൊക്കെ അല്ലേ? അപ്പൊ ബാർസ് ഈക്വൽ വിട്ത്തുള്ള ബാർസേ ആകാവുള്ളൂ. ബാർസിനിടയ്ക്ക് വരുന്ന സ്പേസും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇതാണ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഡേറ്റാസ് ഡ്രോ ചെയ്ത് എങ്ങനെയാ അപ്പം മനസ്സിലാകുന്നത്? നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനനുസരിച്ച് നമ്മൾ ഗ്രാഫിൽ ഡ്രോ ചെയ്യുമ്പോൾ നമ്പറിനനുസരിച്ചാണ് നമ്മൾ ഈ ബാർസ് ഡ്രോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഹൈറ്റ് ആണ് ഈ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലെന്താണ് നമ്മുടെ ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഈ ലെന്താണ് നമ്മുടെ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാർ ഗ്രാഫ് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയും ഡ്രോ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും 2 മെത്തേഡ്സിലും ഡ്രോ ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് എളുപ്പത്തിന് ചെയ്യാറുള്ളത്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. 2 മെത്തേഡും കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ബാർ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നതിന് മുമ്പ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബാർ ഗ്രാഫ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ടോഗ്രാഫിൽ നമ്മൾ ചെയ്തു, എന്നിട്ടല്ലേ നമ്മൾ പിക്ടോഗ്രാഫ് ഡ്രോ ചെയ്തേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫ് തരും. എന്നിട്ട് ആ ഗ്രാഫിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി അതിന്റെ ആൻസേഴ്സ് കൊടുക്കണം. ഇതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബാർ ഗ്രാഫ്. അത് നിങ്ങൾക്ക് ഈസി ആണല്ലോ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാർ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബാർ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രാഫ് ബുക്ക് ഒന്ന് നമുക്ക് കാണണ്ടേ? അപ്പം ഇതാണ് നമ്മുടെ ഗ്രാഫ് ബുക്ക്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഈ സൈഡിലും ആൻസർ ഇവിടെയും ചെയ്യും. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ്റെ ഗ്രാഫ് ഇവിടെയായിരിക്കും ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിങ്ങനെ ഓരോ പേജും മറിക്കുന്ന അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസും നമ്മൾ ഡ്രോ ചെയ്യാനുള്ള സ്പേസും അങ്ങനെ കിട്ടും കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇവിടെ ഓരോ ഗ്രാഫ്സ്, നിങ്ങൾക്ക് ഗ്രാഫ് പരിചയമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഗ്രാഫ് ഓരോ കോളമായിട്ട് ഇങ്ങനെ അകത്തൊക്കെ വരച്ചിട്ടുണ്ട്. ഈ തിക്ക് ഗ്രീൻ ലൈൻസ് ഉണ്ട് അല്ലേ? അത് ഓരോ വലിയ കോളമായിട്ട് അത് 1 സെന്റിമീറ്റർ ആണ് അതിൻ്റെ നീളം. അതുപോലെ അതിൻ്റെ വീതിയും 1 സെന്റിമീറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കിക്കേ. അപ്പോൾ നമ്മളിതിൽ ഡ്രോ ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഈക്വൽ സ്പേസ് കൊടുക്കണ്ടേ? അപ്പോൾ ഈക്വൽ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2 എണ്ണം ചേരുന്ന ആ ഒരു വിഡ്ത്തിൽ നമ്മൾ ബാർസ് ഡ്രോ ചെയ്യും. എന്നിട്ട് ഒരു ഇടഭാഗം ഇങ്ങനെ വെറുതെ ലീവ് ചെയ്യും. അതിനുശേഷം അടുത്തത് എടുക്കും. അത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണ് ഡ്രോ ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ നോക്കിക്കേ, കണ്ടോ നമ്മൾ എങ്ങനെയാണ് ബാർസ് ഈക്വൽ വിഡ്ത്ത് വരാൻ വേണ്ടിയിട്ട് കണ്ടോ കറക്റ്റായിട്ട് ഈക്വൽ വിഡ്ത്തിൽ ബാർസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രീൻ കളറിലെ 2 ഗ്രീൻ കളേഴ്സ് ഒരു ബാറിനുള്ള വിഡ്ത്തായിട്ട് എടുക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അവിടെ ലീവ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് പെയർ എടുത്ത് ഡ്രോ ചെയ്യുന്നു, നെക്സ്റ്റ് പെയർ ലീവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈക്വൽ ബാർസും കിട്ടും, ഈക്വൽ വിഡ്ത്തുള്ള ബാർസും കിട്ടും. അതുപോലെ ബാർസിന് ബിറ്റ്വീൻ ഈക്വൽ സ്പേസും കിട്ടും. ഇനി നമുക്ക് ഡേറ്റയിൽ 2 കാര്യങ്ങൾ തന്നിരിക്കും. അതിൽ ഒരെണ്ണം നമ്മുടെ ഈ ഭാഗത്തും മറ്റേത് ഈ ഭാഗത്തുമായിട്ടാണ് കൊടുക്കുന്നത്.
അതായത് ഒരെണ്ണം ഹൊറിസോണ്ടൽ ലൈനിലും ഒരെണ്ണം വെർട്ടിക്കൽ ലൈനിലും നമ്മൾ കൊടുക്കും. ഇത് കണ്ടോ. ഇനി മിസ് പറഞ്ഞായിരുന്നു ഈ ഒരു ചെറിയൊരു സ്ക്വയറിൻ്റെ ലെന്ത് 1 സെൻറ്റിമീറ്ററും അതുപോലെ ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ കണ്ടോ 2, 4, 6, 8 എന്ന് കൊടുത്തിട്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ 2 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണോ എടുക്കുന്നത് അത് നമ്മളിവിടെ കൊടുത്തിരിക്കണം, കാണിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ബാർസിന് നേരെ താഴെ എന്താണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഡ്രോ ചെയ്ത് കാണിക്കാം കേട്ടോ. Now take page 200. There is one example drawing a bar graph. One question is there. Name of fruits: banana, orange, apple, guava. Number of students 8, 3, 5, 4. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മിസ് കാണിച്ചു തരാം. സോ നിങ്ങൾ നോക്കിയ നെയിം ഓഫ് ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സിന്റെ നെയിം വരുന്നതാണ് നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് എടുക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണല്ലോ നമ്മൾ ഹൊറിസോണ്ടൽ ബാർ ഡ്രോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് നിങ്ങളുടെ ആ ഗ്രാഫ് പേപ്പറിന്റെ ഈ പോർഷനിൽ നിങ്ങളിങ്ങനെ ലൈൻ ഡ്രോ ചെയ്യണം. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ ആക്സിസിൽ എന്താണ് ഇതിന് ആക്സിസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ആക്സിസിൽ നമ്മൾ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്? 8, 3, 5, 4. അപ്പൊ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കണം. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ശരിയാണ്. ഈ ഗ്രാഫ് പേപ്പറിൽ നമുക്ക് 1, 2, 3, 4 കണ്ടിന്യൂസ് എഴുതാൻ സാധിക്കും. നമ്മൾ അത് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 സ്റ്റുഡന്റ് എന്ന് കൊടുക്കാം. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 1 സ്റ്റുഡന്റ്. സ്റ്റുഡൻസിന്റെ നമ്പർ അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആപ്പിളും ഓറഞ്ചും ഒക്കെ ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന്റെ നമ്പറാണ് നമ്മൾ ചെയ്യുന്നത്. സോ 1 സെന്റിമീറ്റർ എന്നുള്ളത് 1 സ്റ്റുഡന്റ് എന്ന് എടുത്തു. ഇനി നിങ്ങൾ കറക്റ്റ് 1, 2 ഓരോ തിക്കായിട്ടുള്ള ഗ്രീൻ കളർ പോർഷനിലെ ആ ലൈനിൽ ഇങ്ങനെ നിങ്ങൾ കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9. നമുക്ക് 8 വരെ ഉള്ളൂ. അപ്പൊ ഇത്രയും കൊടുത്താലും മതി. ഇനി നമ്മൾ ആദ്യം നോക്കേണ്ടത് ആദ്യത്തേത് ബനാന എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 8. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ ഡ്രോ ചെയ്തെടുത്ത് നിങ്ങൾ 8ന് നേരെ ഈ ഇതുണ്ടോ ഈ 2 ഇതും കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യണം? പെൻസിൽ കൊണ്ട് ഇങ്ങനെ ഡ്രോ 8ന് നേരെ ഇങ്ങനെ കോളം വരയ്ക്കണം, ബാർസ് വരയ്ക്കണം. അപ്പൊ മിസ് ഇവിടെ കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ സ്കെയിലൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ കറക്റ്റ് വിട്ടില് നിങ്ങൾക്ക് ആ വിട്ട് അവിടെ തിക്കായിട്ടുള്ള ആ ഗ്രീൻ ലൈൻസ് എടുത്താൽ മതി. മിസ് കാണിച്ചു തന്നല്ലോ. ഇതെന്താണ്? ബനാന. ഈ ബാറിന്റെ നേരെ താഴെ നമ്മൾ എഴുതണം ബനാന. നെക്സ്റ്റ് ഓറഞ്ച് ഹൗ മെനി? 3. നമ്മൾ ഈക്വൽ വിട്ട് കൊടുക്കണം. ഇപ്പൊ ഇവിടെ നമ്മൾ എത്ര വിട്ട് കൊടുത്തോ അതുപോലെ ഇവിടെ നമ്മൾ വിട്ട് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് 3യുടെ നേരെ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഓറഞ്ച്. നെക്സ്റ്റ് ആപ്പിൾ 5. സോ ഇവിടെ നമ്മൾ സെയിം വിട്ട് തന്നെ കൊടുത്ത് ആപ്പിൾ 5 ആണ്. അപ്പൊ നമ്മളിങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് ആ പേജിൽ ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. അവിടെ സ്ക്വയേഴ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ആപ്പിൾ. നെക്സ്റ്റ് ഗുവ 4. അപ്പൊ 4ന് നേരെ ഇങ്ങനെ ബാർ വരണം. ഈക്വൽ വിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ബാർ ഇങ്ങനെ ഈക്വൽ വിട്ടായില്ല ഇങ്ങനെ. ഓക്കെ. ഗുവ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാർ ഗ്രാഫ്. ഓക്കെ. അപ്പൊ ഇതെന്താണ്? നെയിം ഓഫ് ഫ്രൂട്ട്സ്. ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ അതുകൂടി ഒന്ന് ഇവിടെ കൊടുക്കണം. നെയിം ഓഫ് ഫ്രൂട്ട്സ്. ഹിയർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്മള് ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഇവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് ഫ്രൂട്ട്സ്, ഇവിടെ എന്താണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ഈ ബാർഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ആപ്പിൾസ് ഉണ്ട്, ഏതൊക്കെ ആപ്പിൾസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സോറി, ആപ്പിൾസ് അല്ല, ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ്. ബനാന, ഓറഞ്ച്, ആപ്പിൾ, ഗുവ. ഇനി അത് ഏറ്റവും കൂടുതൽ ആർക്ക് ഏതാ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ബനാന. 8 സ്റ്റുഡൻസിന് ബനാന ആണ്. പിന്നെ ഏതാണ്? പിന്നെ ആപ്പിൾ ആണ്. ഏറ്റവും കുറച്ച് ഏതാണ്? ഓറഞ്ച് ആണ്. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കി പറയാം. ഇങ്ങനെ പറയുന്നതിന് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഡ്രോ
ഇനി നമുക്ക് എക്സസൈസ് 9.3യും 9.4ഉം ചെയ്യുമ്പോൾ ഇത് ബാക്കി ഡ്രോയിങ് ഒക്കെ ഓക്കെ ആയിക്കോളും. സോ ടേക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് 198 എക്സസൈസ് 9.3 ക്വസ്റ്റ്യൻ നമ്പർ 1. സോ ടേക്ക് യുവർ പെൻസിൽ ഓൾസോ. The bar graph given alongside shows the amount of wheat purchased by government during the year 1998 to 2002. അപ്പൊ നിയർ സൈഡിൽ ഒരു ബാർ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗവൺമെന്റ് വീറ്റ് പർച്ചേസ് ചെയ്തതിന്റെയാണ് 98 തൊട്ട് 2002 വരെ. Read the bar graph and write down your observations. In which year was the wheat production maximum? മാക്സിമം വീറ്റ് പ്രൊഡക്ഷൻ ഏത് ഇയറിലായിരുന്നു? അത് നോക്കാൻ എന്താണ് ഹൈ ബാർ, ഏറ്റവും ലെന്ത് കൂടിയ ബാർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഏതാണ്? 2002ലെ ബാറാണ്. സോ ആൻസർ ഈസ് 2002. Then question B, the wheat production minimum. ഏറ്റവും കുറച്ച് ചെറിയ ലെന്തിലുള്ള ബാർ നോക്കുക. 1998 ആൻസർ ആയി. Question 2. Observe this bar graph which is showing the sale of shirts in a ready-made shop from Monday to Saturday. Monday to Saturday ഒരു റെഡിമെയ്ഡ് ഷോപ്പില് ഷർട്ട് കൊടുത്തതിന്റെ ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഗ്രാഫ് തിരിച്ചാണ് തന്നിരിക്കുന്നത്. സാറ്റർഡേ തേഴ്സ്ഡേ ഒക്കെ ഈ ഭാഗത്തും നമ്പർ ഓഫ് ഷർട്ട്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 1 യൂണിറ്റ് ലെന്ത് ഈക്വൽ 5 ഷർട്ട്സ്. 1 യൂണിറ്റ് ലെന്തിന് 5 ഷർട്ട്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 5, 10, 15, 20, 25 അങ്ങനെ. കാരണം നമുക്ക് 65 വരെ നമ്മുടെ ഈ ചെറിയ ഗ്രാഫ് ബുക്കില് നമുക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ യൂണിറ്റ്സ് ഇങ്ങനെ ചെറുതാക്കി വലുതാക്കി ഒക്കെ എടുക്കും. Now answer the following questions. A. What information does the above bar graph give? എന്ത് ഇൻഫർമേഷൻ ആണ് ഈ മോളിൽ തന്നിരിക്കുന്ന ബാർ ഗ്രാഫ് തരുന്നത്? എന്ത് ഇൻഫർമേഷനാ? നമ്പർ ഓഫ് ഷർട്ട്സ് സോൾഡ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ. അത് ക്വസ്റ്റ്യൻ തന്നെയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഷർട്ട്സ് സോൾഡ്. സോ റൈറ്റ് ദെയർ നമ്പർ ഓഫ് ഷർട്ട്സ് സോൾഡ് ഫ്രം മൺഡേ ടു സാറ്റർഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. വാട്ട് ഈസ് ദ സ്കെയിൽ ചൂസൺ ഓൺ ദ ഹൊറിസോണ്ടൽ ലൈൻ representing number of shirts? നമ്പർ ഓഫ് ഷർട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് വെർട്ടിക്കൽ ലൈൻ. സോ ഈ ഹൊറിസോണ്ടൽ ലൈനിലെ നമ്പർ ഓഫ് ഷർട്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയാണ് യൂണിറ്റ് എടുത്തിരിക്കുന്നത്? എത്രയാണ് യൂണിറ്റ് എടുത്തിരിക്കുന്നത്? 1 യൂണിറ്റ് ലെന്ത് ഈക്വൽ 5 ഷർട്ട്സ്. അതവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ? അപ്പൊ ബാർ ഗ്രാഫിന് ഈ കാര്യങ്ങളൊക്കെ മസ്റ്റ് ആണ്. Then question C. On which day were the maximum number of shirts sold? How many shirts were sold on that day? On which day maximum number of? So which bar has a maximum length? This bar, Saturday's bar, isn't it? So Saturday, how many shirts were sold? നമ്മൾ എത്ര ഷർട്ടാണ് സോൾഡ് ചെയ്തതെന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വേണം എഴുതാനായിട്ട്. So 60 shirts. Now question D. On which day were the minimum number of shirts sold? Minimum എന്ന് പറഞ്ഞാൽ എന്താ? ബാറിന്റെ ഏറ്റവും ലെന്ത് കുറഞ്ഞത് ഏതാണ്? Tuesday. Okay. Now how many shirts were sold on Thursday? Thursday how many shirts? അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ബാറിന്റെ എവിടെ നിങ്ങൾ വേണമെങ്കിൽ സ്കെയിൽ ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. So 35 shirts. Now question 3. Observe this bar graph which shows the marks obtained by essays in half yearly examination in different subjects. ഒരു കുട്ടിക്ക് ഹാഫ് ഇയർലി എക്സാമിനേഷന് കിട്ടിയത് ഒരു ബാർ ഗ്രാഫ് ഡ്രോ ചെയ്ത് വെച്ചിരിക്കുവാണ്. പറ്റുമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന്റെ ഒരു ബാർ ഗ്രാഫ് അങ്ങ് ഡ്രോ ചെയ്തോട്ടെ. ഒരു അസൈൻമെന്റ് ആയിട്ടിരുന്നോട്ടെ. ഒരു ബാർ ഗ്രാഫ് നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിനേഷന്റെ ഡ്രോ ചെയ്യാം. ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. A. What information does the bar graph give? എന്ത് ഇൻഫോർമേഷൻ ആണ് ഈ ബാർ ഗ്രാഫ് നമുക്ക് തരുന്നത്? എന്ത് ഇൻഫോർമേഷനാണ് തരുന്നത്? ക്വസ്റ്റിനിൽ തന്നെ ഉണ്ടല്ലോ ആൻസർ. മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ഐസിസ് ഇൻ ഹാഫ് ഇയർലി എക്സാമിനേഷൻ ഇൻ ഡിഫറെന്റ് സബ്ജക്ട്സ്. ആ ക്വസ്റ്റിനിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ എഴുതി വെക്കാം കേട്ടോ. Now question B. Name the subject in which ASIS scored maximum mark. Maximum mark score ചെയ്ത സബ്ജക്ട് ഏതാ? ലോങ് ബാർ വന്നിരിക്കുന്നത്? ഹിന്ദി. ഓക്കെ. C. Name the subject in which he has scored minimum mark.
മിനിമം മാർക്ക്. സോ മിനിമം ലെന്ത് അല്ലെങ്കിൽ ലെന്ത് ഏറ്റവും കുറഞ്ഞത് ഏത് ബാറാണ്? സോഷ്യൽ സ്റ്റഡീസ്. സോ ആൻസർ ഈസ് സോഷ്യൽ സ്റ്റഡീസ്. Now question D. State the name of the subjects and marks obtained in each of them. അപ്പൊ സബ്ജക്റ്റിന്റെ നെയിം സ്റ്റേറ്റ് എന്ന് പറയുന്നത് എഴുതിയാൽ മതി, സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ മാർക്സ് ഓരോന്നിനും കിട്ടിയത്. സോ ഗ്രാഫ് നോക്കിക്കേ. ഹിന്ദി, ഫസ്റ്റ് സബ്ജക്ട് ഹിന്ദി. ഹൗ മെനി? 80 marks. How much he got? 80 marks. Then English 16 mark. Mathematics 70 mark. Science 50 mark. Social studies 40 mark. അപ്പൊ അത് ഇങ്ങനെ നമ്മൾ ഒരു ഗ്രാഫ് നോക്കി അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കുന്ന ഇതാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. Now exercise 9.4 page 202. 1. A survey of 120 school students was done to find which activity they prefer to do in their free time. ഒരു സർവേ നടത്തി. എത്ര സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട്? 120 സ്കൂൾ സ്റ്റുഡൻസ് ഫ്രീ ടൈമിൽ എന്ത് ആക്ടിവിറ്റി ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്? Draw a bar graph to illustrate the above data taking scale of 1 unit length equal to 5 students. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്രയാണ് 1 യൂണിറ്റ് ലെന്ത് എടുക്കേണ്ടതെന്ന് തന്നിട്ടുണ്ട്. 5 സ്റ്റുഡൻസ്. Which activity is preferred by most of the students other than playing? പ്ലേയിങ് അല്ലാതെ വേറെ ഏത് ആക്ടിവിറ്റിയാണ് കൂടുതൽ സ്റ്റുഡൻസ് ഇഷ്ടപ്പെടുന്നത്? ഇപ്പൊ അവിടെ ബോക്സിൽ പ്രിഫേർഡ് ആക്ടിവിറ്റി പ്ലേയിങ്, റീഡിംഗ് സ്റ്റോറി ബുക്സ്, വാച്ചിങ് TV, ലിസൺ ടു മ്യൂസിക്, പെയിന്റിങ്, ഇത്രയും തന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും പ്ലേയിങ് അല്ലാതെ വേറെ ഏതാണ്? റീഡിംഗ് സ്റ്റോറി ബുക്സ് അല്ലേ. അപ്പൊ നമുക്കിനി ബാർ ഗ്രാഫ് ഡ്രോ ചെയ്യാം. അപ്പൊ ഇവിടെ തന്നെ 1 യൂണിറ്റ് ലെന്ത് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 5 സ്റ്റുഡൻസ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതുപോലെ ഗ്രാഫിന്റെ 2 ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻ ഇങ്ങനെ വരയ്ക്കണം. ദിസ് ഈസ് ഹൊറിസോണ്ടൽ, ദിസ് ഈസ് വെർട്ടിക്കൽ. ഇത് വരച്ച ശേഷം നമ്മൾ 1 യൂണിറ്റ് ലെന്ത് 5 സ്റ്റുഡൻസ്, ഇത് മസ്റ്റ് ആയിട്ട് ഇത് എഴുതിയിരിക്കണം. ഇനി നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ ബാറിൽ എടുക്കാൻ പോകുന്നത്? ഹൊറിസോണ്ടലില് പ്രിഫേർഡ് ആക്ടിവിറ്റി എടുക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങോട്ടാണ് ബാറ് ഡ്രോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെയും ബാറ് ഡ്രോ ചെയ്യാം, ഇങ്ങോട്ടും. അതിനൊരു ഡൗട്ടും തോന്നണ്ട, അതങ്ങനെ ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ സൈഡിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇതങ്ങ് കൊടുക്കാം. 5 സ്റ്റുഡൻസ് വെച്ച്. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ 5 കൊടുക്കാവുള്ളൂ കേട്ടോ. 5, 10, 15, 20, 25, 30, 35, 40, 45. Okay. Now, if you want, then write 50 also. നിങ്ങളുടെ ഗ്രാഫ് ബുക്കിൽ പറ്റുമെങ്കിൽ അതുകൂടെ എഴുതിക്കോളൂ. Now playing 45. So here 45. So take your pencil and scale. Draw like this. 45. Join this bar also. So this is representing playing. So you can write here playing. Here playing or inside the bar like here also, no problem. Now next reading story books 30. So 30 is here. So leave same space here also. Same space കേട്ടോ. നിങ്ങൾക്കാകുമ്പോൾ അത് കൊടുക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ അതിങ്ങനെ വെക്കുന്നു. സ്കെയിലും പെൻസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് 30ക്ക് നേരെ സെയിം വിഡ്ത്തിൽ ബാർ. ഇതിന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ. സോ ദിസ് ഈസ് റീഡിംഗ് ബുക്സ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, റീഡിംഗ് ബുക്സ് എന്ന് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും എഴുതാം. നിങ്ങൾ എഴുതിക്കണം കേട്ടോ. ദെൻ വാച്ചിങ് TV 20. സോ അതിന് നേരെ ഇങ്ങനെ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. വാച്ചിങ് TV എഴുതി. നെക്സ്റ്റ് ലിസണിങ് ടു മ്യൂസിക് 10 സ്റ്റുഡൻസ്. സോ 10. നെക്സ്റ്റ് 15 എന്താണ്? പെയിന്റിങ്. അപ്പൊ 15 നേരെ പെയിന്റിങ്. അപ്പൊ ബാർസ് ഒക്കെ ഈക്വൽ വിഡ്ത്തും സൈസും ഒക്കെ ആയിരിക്കണം കേട്ടോ. സോ സൈസ് മീൻസ് ഈ വിഡ്ത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ ബിറ്റ്വീൻ സ്പേസും ഈക്വൽ ആയിരിക്കണം. സോ ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഓരോ ബാറിനും നേരെ താഴെ എന്താണോ അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എഴുതണം. അതുകൂടാതെ പ്രിഫേർഡ് ആക്ടിവിറ്റി ആ ഒരു ഹെഡിങ് ഇവിടെ കൊടുത്തിരിക്കണം. ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നും കൊടുത്തിരിക്കണം. എന്നാലും നമുക്കത് കാണുമ്പോൾ മനസ്സിലാവത്തുള്ളൂ. Now question 2. The number of mathematics books sold by a shopkeeper on 6 consecutive days is shown below. അപ്പോൾ ഒരു മാത്തമാറ്റിക്സ് ബുക്സ് സോൾഡ് ചെയ്തതിന്റെ ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്, ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്.
Draw a bar graph to represent the above information choosing the scale of your choice. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്കെയില് യൂസ് ചെയ്യാം. അതായത് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 5 ബുക്സ് എന്നോ 2 ബുക്സ് എന്നോ 10 ബുക്സ് എന്നോ ഇഷ്ടമുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ നമ്പർ ഓഫ് ബുക്സ് സോൾഡിന്റെ ലിസ്റ്റ് ഒന്ന് നോക്കിയാലോ. അവിടെ 65, 40, 30, 50, 20, 70 ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗ്രാഫ് ബുക്ക് ഇവിടെ നമുക്ക് 5, 10, 20, 25 അങ്ങനെ നമുക്ക് 65 വരെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 എടുക്കാം. പറ്റില്ലെങ്കിൽ നമ്മൾ 10 എടുക്കുക. അത് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാനിവിടെ ഡ്രോ ചെയ്ത് ഇങ്ങനെ കാണിക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് ഡ്രോ ചെയ്യുക നിങ്ങളുടെ ഗ്രാഫ് ബുക്കിൽ കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇത് നിങ്ങളോട് ഡേയ്സ് സൺഡേ മൺഡേ ആണ് തന്നിരിക്കുന്നത്. അതുപോലെ നമ്പർ ഓഫ് ബുക്സ് സോൾഡ്. അപ്പോൾ നമ്മളിവിടെ 1 യൂണിറ്റ് സ്പേസ് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്, 5 ബുക്സ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് 10 എടുക്കാൻ ആഗ്രഹമുള്ളവർ 10 എടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ഇതിന് ഓരോ ലൈനും നേരെ നമ്മൾ നമ്പർ എഴുതി കൊടുക്കാൻ പോവാണ്. 5, 10, 15, 25, 30, 35, 40, 45, 50, 55, 60, 65, 70. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും റൈറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ സൺഡേ 65. സോ നമ്മൾ 65 എവിടെയാണ് വരുന്നത് നോക്കണം, ഇവിടെയാണ്. അപ്പം നമ്മൾ ഈ സ്പേസ് ലീവ് ചെയ്തിട്ട് ഇതാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടോ വരയ്ക്കുന്നത്. ബാർ ആക്കാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് ഗ്രീൻ കളർ ലൈനും കൂടെ ഡ്രോ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. സോ ഇതൊരു ബാറായി സൺഡേ. അപ്പോൾ ഇവിടെ സൺഡേ എന്ന് ഒന്നെങ്കിൽ ഇവിടെ എഴുതുക, അല്ലെങ്കിൽ ഇതിന് ഉള്ളിൽ സൺഡേ എന്ന് നിങ്ങൾ എഴുതുക. ഇനി നെക്സ്റ്റ് മൺഡേ. അപ്പോൾ ഈ സ്പേസ് നമ്മൾ ലീവ് ചെയ്യുവാണ്. മൺഡേ 40 ആണ്. സോ 40 ഹിയർ. സോ ഇങ്ങനെ ഡ്രോ ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ മൺഡേ കണ്ടോ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്പേസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി അടുത്ത് ഈ ഒരു സ്പേസ് ലീവ് ചെയ്തുകൊണ്ട് ഈ സ്പേസ് എടുക്കുക. എന്നിട്ട് ട്യൂസ്ഡേ 30ക്ക് നേരെ നമ്മളിങ്ങനെ ഡ്രോ ചെയ്യുക. ഈസി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പം നിങ്ങൾ പേരെഴുതിക്കണം ഇവിടെ ട്യൂസ്ഡേ. നെക്സ്റ്റ് വരുന്നത് വെനസ്ഡേ 50. ഇപ്പോൾ 50 ഇവിടെയാണ്. ഈ ഒരു ലൈൻ ലീവ് ചെയ്തുകൊണ്ട് സ്പേസ് ലീവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് 50ക്ക് നേരെ വെച്ച് ഇങ്ങനെ ഡ്രോ ചെയ്യണം. നെക്സ്റ്റ് തേഴ്സ്ഡേ 20. സോ 20 കറക്റ്റായിട്ട് 20ക്ക് നേരെ ഇങ്ങനെ ഡ്രോ ചെയ്യുക. തേഴ്സ്ഡേ 20. ലാസ്റ്റ് ഫ്രൈഡേ 70. സോ ഹിയർ 70. സോ നമ്മൾ ദിസ് ഈസ് 70 ലോങ് ബാർ. ഇതാണ് ഫ്രൈഡേ. സോ ഇപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്റ്റ് ചെയ്ത് കാണിച്ചു. എങ്ങനെയാണ് ഡ്രോ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഡ്രോ ചെയ്തതിന് ശേഷം താഴെ ഡേയ്സ് മൺഡേ ഫ്രൈഡേ ഒക്കെ എഴുതിയില്ലേ, ആ ഹൊറിസോണ്ടൽ ബാറിന് താഴെ ഡേയ്സ് എന്നും അതുപോലെ നമ്പർ എഴുതിയ ഭാഗത്ത് നമ്പർ ഓഫ് ബുക്സ് സോൾഡ് എന്നും, അതായത് ഹൊറിസോണ്ടൽ ലൈൻ വരുന്ന ഭാഗത്ത് ഡേയ്സും ഈ ഭാഗത്ത് നമ്പർ ഓഫ് ബുക്സ് സോൾഡും എഴുതണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 4ഉം ഉണ്ട്. നിങ്ങളത് റീഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ അതിനകത്ത് യൂണിറ്റ് 1 യൂണിറ്റ് എത്ര എടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ 3 and 4 ഹോംവർക്ക്. സോ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായതുകൊണ്ട് എല്ലാവർക്കും ഇരുന്ന് ചെയ്യാൻ ഇഷ്ടമല്ലേ, ഡ്രോ ചെയ്യാനൊക്കെ. ഓക്കെ, താങ്ക് യു.